രാജേഷ് ഞാനിപ്പോൾ സൗണ്ട് ഡിസൈനിങ് ആണ് സൗണ്ട് ഡിസൈൻ സൗണ്ട് മിക്സിംഗ് ആണ് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. നിങ്ങൾ ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ് ചെയ്ത് സൗണ്ട് മിക്സിംഗ് ചെയ്യുന്നു, അത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററുകാരായിരിക്കും രാജേഷ് ചേട്ടൻ്റെ പ്രധാന ശത്രുക്കൾ. അതായത് സൗണ്ട് ഡിസൈനിങ് കാരണം നിങ്ങൾ ചെയ്യുന്ന മിക്സിങ് അല്ല തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, ശരിക്കും അതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് മിക്സിംഗ് സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ആ സിനിമ സിനിമയുടെ പേര് പറയുന്നത് ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ ആ സൗണ്ട് ഡിസൈൻ ആ സ്റ്റുഡിയോയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും തിയേറ്ററുകളും ഒരു അജഗജാന്തര വ്യത്യാസം തോന്നാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഈ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ട് അത് മുന്നണിയിൽ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുമല്ലോ? ഇല്ല, ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ആർക്കും പലരും കണ്ടിട്ടുണ്ടാവില്ല. ഒരു സാധാരണ വലിയൊരു 200 പേര് ഇരിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു തിയേറ്ററിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ 200 പേർക്കുള്ള കസേരകളുണ്ടാവില്ല, കൃത്യം നടുക്കിരുന്നിട്ടാണ് നമ്മൾ ഈ സിനിമ ജഡ്ജ് ചെയ്യുന്നത്. ഞാനും മ്യൂസിക് ഡയറക്ടറും എഡിറ്ററും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ടാണ് ഫൈനലൈസ് ചെയ്ത് നോക്കി ഇതാണ് ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ സംഭവിക്കുന്ന എന്തുപറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു 30% മാത്രമാണ് ഞങ്ങൾ ചെയ്തു വെക്കുന്ന വർക്കിൻ്റെ ഒരു 30% മാത്രമാണ് തിയേറ്ററിൽ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇതാണ് സിനിമ, ഇതാണ് ഞങ്ങൾ കാണുന്ന സിനിമ, ഇതാണ് ഫൈനൽ എന്ന് നിങ്ങൾ വിചാരിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെറും 30% മാത്രമേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ളൂ. നോട്ട് ഓൺലി സൗണ്ട്, വിഷ്വലും. ഈ വിഷ്വലും ശബ്ദവും ഇത് കൃത്യമായിട്ട് വരാത്തത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മുടെ തിയേറ്ററുകളെല്ലാം തന്നെ, ഞാൻ തിയേറ്ററിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല, തിയേറ്റർ ഒരിക്കലും ഓൾവേസ് എക്സിബിറ്റേഴ്സ് ആർ ദ മെയിൻ പേഴ്സൺസ്. ഞാൻ അവരെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം അത്രയും അത് പാഷനോട് കൂടി അത് റൺ ചെയ്താൽ മാത്രമേ അങ്ങനെ അത്രയും സിനിമകൾ തിയേറ്ററിൽ എത്തുള്ളൂ. അല്ലെങ്കിൽ തിയേറ്റർ ചിലപ്പോൾ കല്യാണ മണ്ഡപമായിട്ട് മാറും. സോ അത് ഉണ്ടാവാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. സോ വിത്ത് ഓൾ റെസ്പെക്റ്റ്, ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിരുന്ന് ജോലി ചെയ്യുന്ന കൃത്യം നടുക്കാണ്, വലിയ തിയേറ്ററിൻ്റെ നടുക്കാണ്. അപ്പോൾ അവിടെ ആ സ്പേസ്, ദാറ്റ്സ് എ സ്വീറ്റ് സ്പോട്ട്. ആ സ്വീറ്റ് സ്പോട്ട് നമ്മൾ പലപ്പോഴും തിയേറ്റർ ഡിസൈനിങ്ങിൽ നിങ്ങൾ പലപ്പോഴും തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 സൈഡിൽ സീറ്റും കൃത്യം നടുക്കൂടെ പാസേജും. ആ ഡിസൈനിങ് തന്നെ തെറ്റാണ്. കാരണം എവിടെയാണോ പാസേജ്, ആ പാസേജാണ് സ്വീറ്റ് സ്പോട്ട്. സോ അപ്പോൾ ഫ്രം ദ ആർക്കിടെക്ചറൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് കൺസ്ട്രക്ഷൻ വൈസ് തെറ്റാണ്. അത് പിന്നെ ബാൽക്കണി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, നമ്മൾ പണ്ട് ബാൽക്കണി ഉണ്ട്, കാരണം അന്ന് മോണോ ആയിരുന്നു സിനിമ. ഇന്ന് അത് മാറി ഡോൾബി അറ്റ്മോസായി, 5.1, 7.1 പല ഫോർമാറ്റ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അൾട്ടിമേറ്റ്ലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമ എന്ന് പറയുന്നത് തന്നെ ശബ്ദവും വെളിച്ചമാണ്, ലൈക്ക് ഫൈനൽ പ്രോഡക്റ്റ്. നമ്മൾ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തുന്ന 2 മീഡിയം എന്ന് പറയുന്നത് ശബ്ദവും വെളിച്ചമാണ്. ഈ ശബ്ദവും വെളിച്ചവും കൃത്യമായി നിങ്ങൾക്ക് തന്ന് നിങ്ങളെ എൻജോയ് ചെയ്യും. കാരണം നിങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സിനിമയെ കാണാൻ പാടുള്ളൂ, അതിൻ്റെ ഒന്നും തന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് കേട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസാണ്. നിങ്ങൾ ശരിക്കും സിനിമയിൽ നിന്നും വെളിയിലോട്ട് വരികയാണ്. വെളിയിലോട്ട് വരാതെ നിങ്ങൾ സിനിമയിൽ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ ഈ 2 ഘടകവും വൃത്തിയായി എന്താണോ ഞങ്ങൾ ഈ നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അത് 100% നിങ്ങളിലേക്ക് എത്തണം, 30% പോരാ. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റേഴ്സ് ഷുഡ് വർക്ക് ലിറ്റിൽ മോർ. കാരണം തിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ അക്വസ്റ്റിക്കും ഇൻറ്റീരിയർ ഡിസൈനും തമ്മിൽ 2 രണ്ടാണ്. പല തിയേറ്ററുകളിലും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ പോയിട്ടുണ്ട്, മറ്റേതുണ്ട് മറിച്ചതുണ്ട്. അത് അക്വസ്റ്റിക്സ് അല്ല. അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു സയൻസാണ്. ആ സയൻസ് അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റഡ് അല്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു തിയേറ്ററിൻ്റെ അടുത്ത തിയേറ്റർ, അതിൻ്റെ തൊട്ട് മുകളിൽ വേറെ തിയേറ്റർ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വേറെ തിയേറ്റർ, അങ്ങനെയാണ് ഇപ്പോൾ പല തിയേറ്റേഴ്സുകളും ഉള്ളത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 5 സിനിമ ഓടിക്കൊണ്ടിരിക്കുക. ഈ 5 സിനിമ ഓടുമ്പോഴത്തേക്ക് ഒരു പൊടി വോളിയം കൂട്ടി വെച്ചാൽ പോലും അപ്പുറത്തെ സിനിമയുടെ ശബ്ദം ഇപ്പുറത്ത് കയറി വരും. സോ അപ്പം അവരിപ്പം DSC പോലത്തെ സിനിമ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമയാണ്. ഞാൻ സൗണ്ട് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട് ഡയറക്ടർ. സോ നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്ത സിനിമയിൽ തിയേറ്ററിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ സിനിമ നിശബ്ദത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് അവിടെ തൊട്ടടുത്ത സിനിമ തിയേറ്ററിലെ ഒരു ഡയലോഗിൻ്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നിശബ്ദത ഇല്ലാതായി പോകും. സോ അപ്പോൾ ആ സൈലൻസ് തിയേറ്ററിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ എൻജിനീയറിംഗ് വർക്കാവണം, ടോട്ടൽ അക്വസ്റ്റിക് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് തന്നാൽ മാത്രമേ സിനിമ 100% അവിടെ എത്തുള്ളൂ. സോ ദിസ് ഇസ് മൈ പോയിൻ്റ് ഓഫ് വ്യൂ അബൌട്ട് ദ തിയേറ്റർ. തിയേറ്ററിൽ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നടുക്ക് ആ ഭാഗം ബുക്ക് ചെയ്യുന്ന ഒരു
പ്രവണതയൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ ഉണ്ട്, പുതിയ പുതിയ ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കാം, ചിലപ്പോൾ IMAX തിയേറ്റേഴ്സൊക്കെ പോകുമ്പോഴത്തേക്ക് നടുക്ക് ഫുൾ സീറ്റ്സും അറ്റത്തൂടെ ആയിരിക്കും പാസേജ്. സോ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ഡിസൈൻ ഫോർ തിയേറ്റേഴ്സ്. നോട്ട് നടുക്കൂടെ പാസേജ് ഉള്ളതല്ല പെർഫെക്റ്റ് ഡിസൈൻ. അത് പഴയ ഓഡിറ്റോറിയം സിനിമ തിയേറ്റർ ആയി പോയതാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് രാജനോട് എന്നോട് 30% തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്ന് പറയും. ഒരു 80% കിട്ടുന്ന തിയേറ്റർ തിരുവനന്തപുരത്തുണ്ടോ? ഹാരിസ് പ്ലസ് അവിടെ ഉണ്ട്, കിട്ടും. 100%, 80% കിട്ടും. 80% കിട്ടും. ഈ 4K ഇപ്പൊ പഴയ പടങ്ങൾ അത് പക്ഷെ നടുക്കിരിക്കണം. ഒരു നടുക്കൊരു വട്ടം വരച്ച് കഴിഞ്ഞാൽ ആ വട്ടത്തിനുള്ളിൽ ഇരിക്കണം. അവർക്ക് ഉള്ളൂ 80%. നമുക്കിതൊന്നും അറിയണ്ട. നമ്മൾ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് കയറും. അത് വെറുതെയാണ്. ഈ പറയുന്ന ഇപ്പൊ വാങ്ങിക്കുന്ന TV ഇല്ലേ, TV-യിൽ പോലും ഡോൾബി എന്ന് എഴുതി വെച്ച് വാങ്ങിക്കുന്ന TV നിങ്ങളെ പറ്റിക്കുന്ന ഡോൾബി അല്ല. അത് ഡോൾബി ഒന്നും അല്ല. എങ്ങനെ ഡോൾബി ആവുന്നത്? അതിന് നിങ്ങൾ ആക്ച്വലി ഒരു ഡീകോഡർ വാങ്ങിക്കണം. ഡീകോഡർ വാങ്ങി അതിൽ അത്രയും 7.1 അല്ലെങ്കിൽ അത്രയും ഓവർ ഹെഡ് സ്പീക്കേഴ്സും വെച്ചാൽ മാത്രമേ അത് ഡോൾബി ആവുള്ളൂ. അതും അക്കോസ്റ്റിക്കലി ട്രീറ്റ് ചെയ്യണം. ആ മുറിയൊക്കെ അങ്ങനെ, അതായത് നമ്മൾ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഡോൾബി അറ്റ്മോസ് TV എന്നൊക്കെ പറഞ്ഞിറക്കുന്നത്. ഒരിക്കലും ഡോൾബി അല്ല. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൈരളി അതൊക്കെ അറ്റ്മോസ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല, അത് അറ്റ്മോസ് ആണ്. അങ്ങനെ കൈരളി തിയേറ്റർ ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഏറ്റവും നല്ല തിയേറ്റേഴ്സ് ഏതെന്നറിയോ? ഗവൺമെൻറ് തിയേറ്റേഴ്സാണ്. ഓക്കെ, സത്യമായിട്ട് പറയാം. ഞാൻ പല സിനിമകളും ഒരു അത്യാവശ്യം പോയിരുന്നിട്ട് വേർക്കും. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത സിനിമ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് 2 മിനിറ്റ് പോലും തിയേറ്ററിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഇറങ്ങിയിട്ട് ഞാൻ സന്തോഷം ആ വേർപ്പ് മാറാനായിട്ട് ഞാൻ പോകുന്നത് ഗവൺമെൻറ് തിയേറ്ററിലാണ്. ഗവൺമെൻറ് തിയേറ്ററിൽ പോയി നോക്കുമ്പോൾ കുഴപ്പമില്ല, വൃത്തികേടല്ല, ചെയ്തതൊക്കെ അവിടെ ഉണ്ട് എന്നൊരു തീരുമാനത്തിൽ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന ഗവൺമെൻറ് തിയേറ്ററിൽ പോകുമ്പോഴാണ്.